ഡീപ്പസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 41. കൂടുതൽ യാത്രകളും പുതിയ ഉൾക്കാഴ്ചകളും. ഷിർദിയിൽ നിന്നും നേരെ പോയത് ഗണക്പൂരിലേക്കായിരുന്നു. അവിടെ നിന്നും നർസോവാഡിയിലേക്കാണ് പോയത്. ദത്താത്രേയൻ്റെ അവതാരമെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാത്മാവായ സ്വാമി നരസിംഹ സരസ്വതി ജീവിതത്തിൽ ഏറിയ കാലം ചെലവഴിച്ചത് നർസോവാഡിയിലായിരുന്നു. അവിടെ നിന്നും പോയത് സ്വാമി സമർത്ഥ് എന്ന് കൂടി അറിയപ്പെടുന്ന അക്കൽകോട്ട്കർ മഹാരാജിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്ന അക്കൽകോട്ടിലേക്കായിരുന്നു. അദ്ദേഹവും ദത്താത്രേയൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹം ഷിർദിയിലെ സായിബാബയുടെ സമകാലീനനായിരുന്നു. 1872 ഇഹലോകവാസം വടിഞ്ഞ അക്കൽകോട്ട്കർ മഹാരാജ് വടവൃക്ഷ മഹാരാജ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം അക്കൽകോട്ടിലെ ഒരു അരയാൽ ചുവട്ടിൽ ജീവിച്ചതുകൊണ്ടാണ് ഈ പേര് കിട്ടാനിടയായത്. അദ്ദേഹം ദിവ്യശക്തികളുള്ള ഒരു മഹാപുരുഷൻ ആയിരുന്നു. അദ്ദേഹം അനേകം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും വടക്കൻ കർണാടകത്തിലും അദ്ദേഹത്തിൻ്റെ അനേകം ആരാധകർ ഉണ്ട്. നല്ല ഉയരമുള്ള ആരോഗ്യദൃഢഗാത്രനായിരുന്നു അദ്ദേഹം. കൗപീനമല്ലാതെ മറ്റു വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. സ്വന്തം ഭക്തന്മാരുടെ മുമ്പിൽ വിദൂര സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. അതേസമയം അദ്ദേഹം അക്കൽകോട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നു. മഹാരാഷ്ട്രയിലെ രാജകുടുംബാംഗങ്ങളിൽപ്പെട്ടവരും ഗുജറാത്തിലെ സിന്ധ്യ രാജകുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആയിരുന്നു. അയൽക്കോട്ടിലെ ഒരു ചെറിയ സത്രത്തിൽ ഞാൻ 3 ദിവസം തങ്ങി. 3-ാമത്തെ ദിവസം രാത്രിയിൽ എനിക്ക് അക്കൽകോട്ട്കർ മഹാരാജ് സ്വപ്നത്തിൽ ദർശനം തന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനും ഷിർദിയിലെ ബാബായും ഒന്നു തന്നെയാണ്. നീ ഇനി പീതാപൂരിൽ പോയി ശ്രീപാദവല്ലഭനെ വണങ്ങൂ. ഞാൻ ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയ്ക്ക് സമീപമുള്ള പീതാപൂരിയിലേക്ക് തിരിച്ചു. അവിടെ പാദവല്ലഭ ദേവാലയത്തിൽ തൊഴുത് പാദവല്ലഭനും ദത്താത്രേയൻ്റെ ഒരവതാരമായി കരുതപ്പെടുന്നു. കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിലെ മാനിക് നഗരിയിലേക്കായിരുന്നു പിന്നീടുള്ള യാത്ര. അവിടെയാണ് ദത്താത്രേയൻ്റെ അവതാരമെന്ന് കരുതപ്പെടുന്ന മാനിക് പ്രഭുവിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരുന്ന സമയത്ത് ബാബുജിയുടെ ആജ്ഞ ലഭിച്ചു. ചെന്നൈയിൽ നിന്ന് സുഹൃത്തായ ബാലചന്ദ്രമേനോൻ്റെ ഭവനത്തിൽ പോകൂ. അവിടെ നിന്നും ഒരു ഭിക്ഷാന്തേഹിയുടെ വേഷത്തിൽ അരുണാചല ശിവൻ്റെ വാസഭൂമിയായ തിരുവണ്ണാമലയിലേക്ക് പോകൂ. കുറച്ചു സമയം രമണ മഹർഷിയുടെ സമാധി സ്ഥലത്ത് ചെലവഴിക്കുക. ഞാൻ ബാബാജിയുടെ നിർദ്ദേശമനുസരിച്ച് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഒരു ദിവസം അതിരാവിലെ ഒരു ഭിക്ഷാന്തേഹിയുടെ വേഷത്തിൽ എൻ്റെ സുഹൃത്തായ മേനോൻ്റെ ഭവനത്തിൽ നിന്നും പുറപ്പെട്ടു. ബസ്സിലും ട്രെയിനിലും ചിലപ്പോൾ കാൽനടയായും യാത്ര ചെയ്തു. ഞാൻ ആദ്യം സന്ദർശിച്ചത് ശ്രീരംഗത്തുള്ള രംഗനാഥ സ്വാമി ക്ഷേത്രമായിരുന്നു. ഇതൊരു വിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചുള്ളത് 5 ഫണങ്ങളുള്ള അനന്തനിൽ ശയിക്കുന്ന രൂപത്തിലാണ്. ശ്രീരാമാനുജാര്യൻ്റെ അനുയായികളായ വിശിഷ്ടദ്വൈത വേദാന്ത സമ്പ്രദായക്കാരുടെ ഏറ്റവും സുപ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീരംഗത്തെ ക്ഷേത്രം. അവിടെ നിന്നും വളരെ ദൂരെ അല്ലായിരുന്നു വിശുദ്ധ മറിയത്തിൻ്റെ പള്ളിയായ വേളാങ്കണ്ണി മാതാ പള്ളി. ഞാൻ ആ പള്ളിയിൽ പോയി. എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ വേളാങ്കണ്ണി മാതാവിനെ ദർശിക്കുകയും കുറച്ചു സമയം നിശബ്ദരായി പള്ളിയുടെ പരിസരത്ത് ഇരിക്കുകയും ചെയ്യുന്നു. പള്ളിക്കുള്ളിലെ അന്തരീക്ഷം തികച്ചും ശാന്തിപൂർണമായിരുന്നു. അതിനുശേഷം പോയത് നാഗോറിലേക്കായിരുന്നു. അവിടെയാണ് സൂഫി സന്യാസിവരനായ അബ്ദുൾ ഖാദറിൻ്റെ ശവകുടീരവും ആരാധനാലയവും സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നാഗോർ ആണ്ടവൻ എന്ന പേരിലാണ് പരക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പറ്റിയുള്ള അത്ഭുതകരമായ പല കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഭൂമിക്കടിയിലുള്ള ഒരു നിലവറയിൽ ദിവസങ്ങളോളം അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം
കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ എടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് 1 മിനിറ്റ് കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് കണ്ണ് തുറക്കാൻ പറഞ്ഞു. കുട്ടി കണ്ണ് തുറന്നപ്പോൾ കണ്ടത് വിശുദ്ധ നഗരമായ മെക്കയായിരുന്നു. ഇതേ പ്രക്രിയയിൽ കുഞ്ഞിനെ നാഗോറിലേക്ക് കൊണ്ടുവന്നു. ഭയക്കുകയും അമ്പരക്കുകയും ചെയ്ത കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിക്ക് ഹാജി എന്ന വിശിഷ്ട നാമം നൽകി. മെക്കയിൽ തീർത്ഥാടനത്തിന് പോയി ഹജ്ജ് അനുഷ്ഠിക്കുന്നവർക്കുള്ള പേരാണ് ഹാജി. നാഗോറിൽ നിന്നായിരുന്നു ഞാൻ തിരുവണ്ണാമലയ്ക്ക് പുറപ്പെട്ടത്. വളഞ്ഞു തിരിഞ്ഞ വഴികളിലൂടെയായിരുന്നു യാത്ര. അതിന് കാരണം വന്ധ്യവയോധികനായ കാഞ്ചി മഠത്തിലെ ശങ്കരാചാര്യനായ ശ്രീ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതിയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തെ കാണാനുള്ള സാധ്യത വിരളമായിരുന്നു. അടുത്ത കാലത്ത് അദ്ദേഹം പൊതുജനങ്ങളുമായി സമ്പർക്കം പുലർത്താറില്ലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അല്പനേരത്തേക്ക് അദ്ദേഹം പൊതുജനങ്ങൾക്ക് ദർശനം നൽകുന്ന സമയത്ത് ദൂരെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ദർശിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം മൗനവ്രതത്തിൽ ആയിരുന്നതിനാൽ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ചോദ്യങ്ങൾ ചോദിക്കുകയോ അരുത് എന്ന് അധികാരികൾ എന്നോട് പറഞ്ഞിരുന്നു. വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം മൗനം അവസാനിപ്പിച്ചുവെന്ന് ഒരു വാർത്ത പരന്നു. ഏതാനും വാക്കുകൾ മാത്രം സന്ദർശകരോട് സംസാരിക്കുമെന്നും അറിഞ്ഞു. ഓലമേഞ്ഞ ഒരു പുരയുടെ മുന്നിൽ സന്ദർശകർ വരിവരിയായി നിലത്തിരുന്നു. ദുർബലമായ മെലിഞ്ഞ ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അരയിൽ ചുറ്റിയിരുന്ന കാവ്യവസ്ത്രമല്ലാതെ മറ്റൊന്നും അദ്ദേഹം ധരിച്ചിരുന്നില്ല. തലയും കാവ്യവസ്ത്രം കൊണ്ട് മറച്ചിരുന്നു. കയ്യിൽ ഒരു ദണ്ഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും അദ്ദേഹം ശ്രീ ശങ്കരാചാര്യർ ആരംഭിച്ച ദശനാമി സമ്പ്രദായത്തിലെ സന്യാസിയാണെന്ന് വ്യക്തമായിരുന്നു. അദ്ദേഹം നല്ല കട്ടിയുള്ള ചില്ലുകളുള്ള കണ്ണട ധരിച്ചിരുന്നു. നെറ്റിയിൽ ഭസ്മം പൂശിയിരുന്നു. ശൈവ സമ്പ്രദായക്കാരുടെ അടയാളമാണ് ഭസ്മക്കുറി. അല്പം ദൂരെ മാറി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ വലത് കൈ ഉയർത്തി അനുഗ്രഹിക്കുകയും ചിലപ്പോൾ ഏതാനും വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു. പൂണൂൽ ധരിച്ച ബലിഷ്ഠകായന്മാരായ ബ്രാഹ്മണർ ആൾത്തിരക്ക് നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. വരിയായി ഇരുന്ന് ആളുകൾക്കിടയിൽ ഞാനും ഇരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് തമിഴിൽ പേരെന്താണെന്ന് ചോദിച്ചു. വായ് പൊത്തി നിൽക്കുകയായിരുന്ന ഞാൻ പറഞ്ഞു, മധു. എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ബ്രാഹ്മണൻ വായ് പൊത്തി നിൽക്കണമെന്ന് എന്നോട് നിർബന്ധിച്ചിരുന്നു. ഞാൻ വിടുന്ന ശ്വാസം അദ്ദേഹത്തെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരിയ പുഞ്ചിരിയോടെ ചോദിച്ചു, നിങ്ങളുടെ ഗുരു നിങ്ങൾക്ക് നൽകിയ പേരാണല്ലേ? നീ ജസ്റ്റിസ് ഇസ്മയിലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അറിയിച്ചു. അയാളും നിന്നെ പോലെയാണ്. പക്ഷേ അദ്ദേഹം കമ്പരാമായണത്തിൽ അവഗാഹം നേടിയ ആളാണ്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഏറ്റവും പ്രധാനം സത്സംഗമാണ്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം വലത് കൈ ഉയർത്തി എന്നെ ആശീർവദിച്ചു. അവിടെ ഉണ്ടായിരുന്ന പരിചാരകർ എന്നെ ഉന്തിത്തള്ളി പുറത്തേക്ക് കൊണ്ടുപോയി. അനേകം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്തുക്കൾ ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ആലോചിച്ചു. അതിന് ഉചിതമായ ഒരു പേരെന്തായിരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന പേരാണ് സത്സംഗ് ഫൗണ്ടേഷൻ. സത് എന്ന വാക്കിൻ്റെ അർത്ഥം സത്യം എന്നാണ്. സംഘ് എന്ന പേരിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ്. സത്സംഗ് എന്ന വാക്കിന് സത്യാന്വേഷകരായ ആൾക്കാരുടെ കൂട്ടം എന്നർത്ഥം കിട്ടും. സത്യത്തിനു വേണ്ടി താല്പര്യമുള്ളവരുടെ ഒത്തുചേരൽ എന്ന അർത്ഥം നൽകാവുന്നതാണ്. അന്ന് ആചാര്യൻ പറഞ്ഞ വാക്കും ട്രസ്റ്റിന് നൽകപ്പെട്ട പേരിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അതിശയം തോന്നുന്നു. തിരുവണ്ണാമലയിൽ എത്തിച്ചേർന്ന ഞാൻ ആദ്യം കാണണമെന്ന് ആഗ്രഹിച്ചത് രാം സൂരത് കുമാർ എന്ന പേരിലും അറിയപ്പെടുന്ന പങ്ക ബാബായെ ആയിരുന്നു. കാഞ്ചിയിലെ സർവീസിൽ നിന്നും വിരമിച്ച ഒരു പ്രൊഫസറിൽ നിന്നാണ് ഞാൻ അദ്ദേഹത്തെപ്പറ്റി കേൾക്കാനിടയായത്.
അദ്ദേഹം കുട്ടികളെ പോലെയാണെന്നും എന്നാൽ പലപ്പോഴും ഭ്രാന്തന്മാരെ പോലെ പെരുമാറുമെന്നും പ്രൊഫസർ പറഞ്ഞിരുന്നു. അദ്ദേഹം മുമ്പ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഹിന്ദിയും നല്ലപോലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ക്ഷേത്രം വക രഥത്തിന് സമീപത്തുള്ള ഒരു കുടിലിൽ വെച്ച് ഭംഗ ബാബയെ കണ്ടു. അദ്ദേഹത്തിന് ചുറ്റും ഏതാനും പേർ നിൽക്കുന്നുണ്ടായിരുന്നു. നരച്ച നീണ്ട തലമുടിയും നരച്ച നീണ്ട താടിയും തടിച്ചു കൊഴുത്ത ശരീരമുള്ള അദ്ദേഹം കാഴ്ചയിൽ സുന്ദരനായിരുന്നു. അദ്ദേഹം ധോത്തിയും പാശ്ചാത്യ ശൈലിയിൽ തുന്നിയ ക്രീം നിറത്തിലുള്ള ഒരു കോട്ടുമാണ് ധരിച്ചിരുന്നത്. ഒരുപക്ഷെ അവ കഴുകിയിട്ട് മാസങ്ങളോളം ആയിക്കാണും എന്ന് കാഴ്ചയിൽ മനസ്സിലാകും. അദ്ദേഹം അകത്തിരുന്നു കൊണ്ട് എൻ്റെ നേർക്ക് തുറച്ചു നോക്കി. അദ്ദേഹം കൈവീശി സ്വാഗതം ചെയ്തുകൊണ്ട് വ്യക്തവും സ്നേഹം തുടങ്ങുന്നതുമായ സ്വരത്തിൽ പറഞ്ഞു, "ഇവിടെ ഇരിക്കൂ." ഞാൻ അകത്തേക്ക് കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു, "പേരെന്താണ്?" "മധു," ഞാൻ പറഞ്ഞു. മധു. എൻ്റെ പേര് പറയുമ്പോൾ അദ്ദേഹം ആ പേര് ആസ്വദിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി. അദ്ദേഹം ചോദിച്ചു, "മധു, നിനക്ക് നമാസ് അറിയാമോ?" ഞാൻ പറഞ്ഞു, "അറിയാം, പക്ഷേ ഞാൻ ചെയ്യാറില്ല. ഞാൻ ധ്യാനിക്കാറുണ്ട്." ധ്യാനം, നമാസ് രണ്ടും ഒന്ന് തന്നെയാണ്. മെഡിറ്റേഷൻ മധു, എല്ലാം എം ആണ്. എം, യു ആർ എം. ഹാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആ ചിരി താഴോട്ടിറങ്ങി വയറിൻ്റെ ഭാഗം വരെ എത്തിയിട്ട് അത്യുച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായി പരിണമിച്ചു. എം, ഹാ. അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിരിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ശരീരമാകെ കുലുങ്ങുന്നുണ്ടായിരുന്നു. അതിനിടയിൽ അദ്ദേഹം തൻ്റെ വലത് കൈ ഉയർത്തി ബലമായി എൻ്റെ തോളിൽ പ്രഹരിച്ചു. ഉടനെ എൻ്റെ കയ്യിൽ വെച്ചിരുന്ന തുണിസഞ്ചിയിൽ നിന്നും കുറേ നിലക്കടലുകൾ നിലത്ത് വീണ് ഉരുണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ എത്തി. അദ്ദേഹം സസന്തോഷം പറഞ്ഞു, "കൊള്ളാമല്ലോ, ഈ പാവം യാചകനായ എനിക്ക് നിലക്കടല വളരെ ഇഷ്ടമാണ്." എന്നിട്ട് അദ്ദേഹം ആനന്ദത്തോടെ ഏതാനും നിലക്കടലുകൾ പെറുക്കി തിന്നാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, "നല്ല രുചിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്?" "രമണാശ്രമത്തിലേക്ക്," ഞാൻ വിനയപൂർവ്വം അറിയിച്ചു. അദ്ദേഹം വീണ്ടും പൊട്ടിച്ചിരിച്ചു. "രമണൻ അവിടെ ഇല്ലല്ലോ. രമണൻ്റെ സമാധിയാണല്ലോ അവിടെയുള്ളത്. രമണനെ ഒരു സ്ഥലത്ത് കുടിയിരുത്താൻ ആർക്ക് കഴിയും? അദ്ദേഹം ഇവിടെയുണ്ട്, അവിടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്." അദ്ദേഹം എൻ്റെ തോളിൽ ഒരിക്കൽ കൂടി തട്ടിക്കൊണ്ട് പറഞ്ഞു, "പോയിക്കൊള്ളൂ, സന്തോഷമായിരിക്കൂ." ഞാൻ പോകാൻ വേണ്ടി എണീറ്റു. അപ്പോൾ ആരുടെയോ ശബ്ദം എൻ്റെ ചെവിയിൽ പതിച്ചു, "എനിക്ക് ഒന്നും വേണ്ട സ്വാമി, എനിക്ക് മനഃശാന്തി മാത്രം മതി." "മനഃശാന്തിയോ?" ഭംഗ ബാബ ഗർജിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. അപ്പോഴും അദ്ദേഹം ചിരിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് മനഃശാന്തി വേണം പോലും. പാവം, ഈ യാചകൻ്റെ മനസ്സ് പല കഷ്ണങ്ങളായി. ആഹാ. ഞാൻ തുണിസഞ്ചി കയ്യിലെടുത്തു. അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങാൻ സമയത്ത് അദ്ദേഹം ഉച്ചത്തിൽ എന്നോട് പറഞ്ഞു, "എം, ഞാൻ പറയുന്നത് കേൾക്കൂ. രമണനോട് പറയൂ, മനസ്സ് പല കഷ്ണങ്ങളായി കഴിഞ്ഞു, അതുകൊണ്ട് മനസ്സ് ഇല്ല." ഞാൻ രമണാശ്രമത്തിലെ ഓഫീസിലേക്ക് കയറി ചെന്നു. താമസിക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കാമോ എന്ന് ആരാഞ്ഞു. എനിക്ക് ഡോർമിറ്ററിയിൽ തങ്ങാൻ അനുമതി കിട്ടി. അവിടെ 2 സന്യാസിമാർ ഉണ്ടായിരുന്നു. ആശ്രമാന്തരീക്ഷം പ്രശാന്തമായിരുന്നു. അരുണാചലത്തിലെ മല വിശുദ്ധ വെളിച്ചം ലോകത്തിന് നൽകുന്ന മലയാണ്. പ്രാചീന കാലം മുതൽക്ക് ശിവന്റെ പവിത്രമായ ആസ്ഥാനമാണെന്ന് കരുതപ്പെടുന്ന മലയും സമീപത്താണ്. സ്കന്ദപുരാണം അരുണാചലത്തെ ശിവന്റെ വിശുദ്ധ ഹൃദയം ആണെന്ന് ഉദ്ഘോഷിക്കുന്നു. ഭക്തജനങ്ങൾ ഭക്തി പുരസ്സരം അരുണാചലത്തെ പ്രദക്ഷിണം വയ്ക്കുന്നു. പ്രത്യേകിച്ചും പൗർണമി നാളുകളിൽ വലിയ തിരക്കായിരിക്കും. രമണ മഹർഷിയുടെ പേരിലാണ് ആശ്രമം അറിയപ്പെടുന്നത്. ഒരു വലിയ ആധ്യാത്മിക കേന്ദ്രമായിരുന്ന അരുണാചലത്തോട് തൻ്റെ യൗവന നാളുകളിൽ രമണൻ ആകൃഷ്ടനായി. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ജീവിക്കുന്ന അസംഖ്യം പേർക്ക് ശ്രീ രമണ മഹർഷിയുടെ പേര് സുപരിചിതമാണ്. എന്നിരുന്നാലും
അദ്ദേഹത്തെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തെപ്പറ്റിയുള്ള ഒരു ലഘു വിവരണം ഇവിടെ കൊടുക്കുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ 1879 ഡിസംബർ മാസം 30 രമണർ ഭൂജാതനായി. വെങ്കടരമണൻ എന്നായിരുന്നു മുഴുവൻ പേർ. എന്നാൽ പിന്നീട് അത് ചുരുക്കി രമണൻ എന്നാക്കി. ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ബുദ്ധിമാനായ ഒരു ബാലനായിരുന്നു രമണൻ. രമണന്റെ പ്രവർത്തനങ്ങൾ ഗൃഹാന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. ബാലനെ ഗാഢമായ നിദ്രയിൽ നിന്ന് വിളിച്ചുണർത്തുക പ്രയാസകരമായ ഒരു കാര്യമായിരുന്നു. വെങ്കടരമണന് 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് സുന്ദരം അയ്യർ അന്തരിച്ചു. അതിനുശേഷം വെങ്കടരമണൻ തൻ്റെ അമ്മാവനോടൊപ്പം താമസിക്കുന്നതിന് മധുരയിൽ പോയി. സുബ്ബ അയ്യർ എന്നായിരുന്നു അമ്മാവൻ്റെ പേര്. വെങ്കടരമണന് 16 വയസ്സായിരുന്നപ്പോൾ അസാധാരണവും സ്വാഭാവികവുമായ ഒരു സംഭവം ഉണ്ടായി. പ്രസ്തുത സംഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ മധുരയിലേക്ക് തിരിക്കുന്നതിന് ഏകദേശം 6 ആഴ്ച മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. അത് പെട്ടെന്നുണ്ടായതായിരുന്നു. ഞാൻ എൻ്റെ അമ്മാവൻ്റെ ഭവനത്തിലെ 1-ാമത്തെ നിലയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അന്ന് എന്നെ ഒരു രോഗവും ബാധിച്ചിരുന്നില്ല. എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതിശക്തമായ മരണഭയം എന്നെ ഗ്രസിച്ചു. അങ്ങനെ സംഭവിക്കുന്നതിന് ശാരീരികമായ ഒരു കാരണവും ഇല്ലായിരുന്നു. കാരണം കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചതുമില്ല. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന ചിന്ത എന്നെ വേട്ടയാടാൻ തുടങ്ങി. അതുകൊണ്ട് എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഡോക്ടറോടോ മുതിർന്നവരോടോ സുഹൃത്തുക്കളോടോ അഭിപ്രായം ചോദിക്കണമെന്ന ചിന്തയും മനസ്സിലുദിച്ചില്ല. പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കും എന്ന വിചാരം മനസ്സിൽ ഉറച്ചു. മരണഭയത്തിൻ്റെ ആഘാതം എൻ്റെ മനസ്സിനെ ഉള്ളിലേക്ക് വലിച്ചു. പ്രത്യേകിച്ച് വാക്കുകളൊന്നും കൂടാതെ ഞാൻ സ്വയം പറഞ്ഞു: ഇപ്പോൾ മരണം വന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? മരണം എന്നാൽ എന്താണ്? ഈ ശരീരം നശിക്കുന്നു. അപ്പോൾ തന്നെ മരണത്തിന് ഒരു നാടകീയ പരിവേഷം നൽകപ്പെടുന്നു. ഞാൻ എൻ്റെ കൈകാലുകൾ നിവർത്തി വെച്ച് അനങ്ങാതെ കിടന്നു. മരിച്ചു കഴിഞ്ഞ വിറങ്ങലിച്ച ശവം പോലെയാണ് കിടന്നത്. ഞാൻ പരിശോധന വിധേയനായാൽ പോലും ആർക്കും തന്നെ ഒരു സംശയവും ജനിക്കാത്ത രീതിയിൽ ശവമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചലിക്കാതെ കിടന്നു. ഞാൻ എൻ്റെ ശ്വാസം പിടിച്ചു വെച്ചു. ചുണ്ടുകൾ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാൻ കഴിയാത്ത രീതിയിൽ ദൃഢമായി ചേർത്തു വെച്ചു. ഞാൻ എന്ന വാക്കോ മറ്റേതെങ്കിലും വാക്കോ പുറപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ എന്നോട് നിശബ്ദം പറഞ്ഞു: ഇപ്പോൾ ഈ ശരീരം മരിച്ചു കഴിഞ്ഞു. ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ദഹിപ്പിച്ച് ഭസ്മമാക്കും. എന്നാൽ ശരീരത്തിന് മരണം സംഭവിക്കുന്നതോടെ എനിക്ക് മരണം സംഭവിക്കുന്നുണ്ടോ? ഞാൻ ഈ ശരീരമാണോ? ഈ ശരീരം നിശബ്ദവും ജഡവുമാണ്. എന്നാൽ ഞാൻ എൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി പൂർണ്ണമായും ബോധവാനാണ്. എന്നിലുള്ളത് ഞാൻ എന്നതിൻ്റെ ശബ്ദം അതിൽ നിന്നും വേറിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ശരീരത്തേക്കാൾ ശ്രേഷ്ഠമായ ആത്മാവാണ്. ശരീരം മരിക്കുന്നു, എന്നാൽ അതിനെ ആത്മാവ് അതിലംഘിച്ച് മുന്നിട്ട് നിൽക്കുന്നു. മരണത്തിന് ആത്മാവിനെ സ്പർശിക്കാൻ കഴിയുന്നില്ല. അതായത് ഞാൻ മരണമില്ലാത്ത ആത്മാവാണ്. ഇതൊക്കെ ശുഷ്കമായ ചിന്തയല്ല, മറിച്ച് എന്നിലൂടെ കടന്നുപോയ വ്യക്തമായ സത്യമായിരുന്നു. ചിന്താ പ്രക്രിയയിലൂടെയല്ലാതെ നേരിട്ടറിഞ്ഞ വസ്തുതയായിരുന്നു. ഞാൻ തികച്ചും യഥാർത്ഥമായ വസ്തുതയായിരുന്നു. ഇന്നത്തെ അവസ്ഥയിൽ യഥാർത്ഥമായതും അതുമാത്രമാണ്. ബോധതലത്തിൽ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. ആ നിമിഷം മുതൽ ഞാൻ അഥവാ അഹംബോധം ശക്തമായ ആകർഷണത്തോടു കൂടി സ്വയം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. മരണഭയം എന്നേന്നേക്കുമായി അപ്രത്യക്ഷമായിരിക്കുന്നു. ആ സമയം മുതൽ അഹംബോധത്തോട് അവിഛിന്നമായ മനോലയം സംഭവിച്ചിരിക്കുന്നു.
സംഗീതത്തിലെ സ്വരങ്ങൾ പോലെ മറ്റു ചിന്തകൾ വന്നും പോയും ഇരിക്കും. പക്ഷേ ഞാൻ എന്ന ഭാവം സ്ഥായിയായ ശ്രുതി പോലെ മറ്റെല്ലാ സ്വരങ്ങളോടും ഇഴുകിച്ചേരുന്നു. ശരീരം സംസാരിക്കുകയോ വായിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്തിരുന്നപ്പോഴും ഞാൻ എന്ന ഭാവത്തിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഈ പ്രതിസന്ധിക്ക് മുമ്പ് എനിക്ക് എൻ്റെ ആത്മാവിനെപ്പറ്റി വ്യക്തമായ ജ്ഞാനമില്ലായിരുന്നു. അതിനോട് ബോധപൂർവമായ ആകർഷണവും ഇല്ലായിരുന്നു. എനിക്ക് പ്രകടമായതോ നേരിട്ടുള്ളതോ ആയ യാതൊരു ബന്ധവും ഇല്ലാതിരുന്നു. ശാശ്വതമായി അതിൽ രമിക്കണമെന്ന ചിന്ത തീരെ ഇല്ലാതിരുന്നു. പ്രസ്തുത സംഭവത്തിൻ്റെ ഫലമായി അദ്ദേഹം ഒട്ടും വൈകാതെ മധുര ഉപേക്ഷിച്ചു പോയി. പോകുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് എഴുതി വച്ചിരുന്നു. അതിൽ തന്നെ ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും സത്യാന്വേഷണം എന്ന മഹത്തായ ധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടി പോകുകയാണെന്നും എഴുതിയിരുന്നു. എല്ലായ്പ്പോഴും അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുള്ള ഒരു പദമാണ് അരുണാചലം. എന്നാൽ ഇപ്പോഴാകട്ടെ ആത്മാവിൽ അഭിരമിക്കാനുള്ള ഉത്കടമായ അഭിവാജ്ഞ അധമമായി അനുഭവപ്പെട്ടു. തൽഫലമായി അദ്ദേഹം അരുണാചലത്തിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറി. 1896 സെപ്റ്റംബർ മാസത്തിൽ ഏതോ സമയത്ത് അദ്ദേഹം തിരുവണ്ണാമലൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അരുണാചല ശിവന്റെ സന്നിധാനത്തിൽ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അരുണാചലം ഒരു ദീപമായി അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. സ്വാനുഭവത്തെപ്പറ്റി ശ്രീ രമണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അരുണാചല ശിവക്ഷേത്രത്തിൽ കടന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ വിതുമ്പി. ശ്രീകോവിലിൽ പ്രവേശിച്ച അദ്ദേഹം പരമാനന്ദത്തിൽ മുഴുകി അരുണാചലേശ്വര ലിംഗത്തെ പുണർന്നു. മധുരയിൽ വെച്ച് അഗ്നിയിൽ കിടന്ന് ദഹിക്കുമ്പോഴുള്ള കഠിനമായ വേദന അനുഭവിച്ചിരുന്നു. അതൊക്കെ അരുണാചലത്തിൽ ദർശിച്ച ദിവ്യജ്യോതിയിൽ വിലയം പ്രാപിച്ചു. പരമമായ സത്യം കണ്ടെത്തിയതോടെ യാത്രയും അവസാനിച്ചു. ഹൃദയാന്തർഭാഗത്തിലാണ് പരമാനന്ദം അനുഭവിക്കുന്ന ആത്മാവിൻ്റെ വാസം. ആ സത്യം ഉൾക്കൊണ്ട അദ്ദേഹം ആത്മാവിൻ്റെ പരമോന്നതമായ അവസ്ഥയിൽ ഏകാന്തവാസം തുടരുന്നു. ആദ്യം അദ്ദേഹം ക്ഷേത്രത്തിലെ ഭൂഗർഭത്തിലുള്ള നിലവറയിൽ താമസിച്ചിരുന്നു. ശേഷാദ്രി സ്വാമി എന്ന പുണ്യാത്മാവ് അദ്ദേഹത്തെ കണ്ടെത്തുകയും ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ആരും തിരിച്ചറിയാത്ത ഒരു രത്നം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. തന്നെ കടിച്ചിരുന്ന തേളുകളെപ്പോലും ഈ ദയാനിധി പരിചരിച്ചിരുന്നു. അദ്ദേഹം മറ്റൊരു ദേവാലയത്തിലെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി താമസിക്കാം. അങ്ങനെ അദ്ദേഹം മാറി മാറി താമസിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല. അതിനാൽ അദ്ദേഹം മൗനിയായ ബ്രാഹ്മണസ്വാമി എന്നറിയപ്പെടാൻ തുടങ്ങി. പരസ്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി അദ്ദേഹം മലയിലേക്ക് താമസം മാറ്റി. അവിടെ അദ്ദേഹം പല ഗുഹകളിലും ഏകാന്തമായ ദേവാലയങ്ങളിലും തൻ്റെ സമയം ചെലവഴിച്ചു. ഒടുവിൽ അദ്ദേഹം ഒരു വിരൂപാക്ഷ ഗുഹയിൽ 17 കൊല്ലം തുടർച്ചയായി താമസിച്ചു. ഏതാനും പരിചാരകന്മാരും ഭക്തന്മാരും എപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. മഹാപണ്ഡിതനും ആധ്യാത്മിക സാധകനുമായ കാവ്യകാന്ത ഗണപതി ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. പരമസത്യത്തെ സാക്ഷാത്കരിച്ച ഒരു മഹാഋഷി അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ലോകം മുഴുവൻ അറിയാൻ ഇടയായത് അദ്ദേഹം കാരണമാണ്. ഉപനിഷത്തുക്കൾ ഉദ്ഘോഷിക്കുന്ന പരമസത്യം അറിഞ്ഞ മഹാനാണ് ശ്രീ രമണൻ എന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. ചിലർ അദ്ദേഹത്തെ ഭഗവൻ എന്ന് വിളിച്ചു. എന്നാൽ അദ്ദേഹം തിരുവണ്ണാമലയിൽ വന്നപ്പോൾ നയിച്ചിരുന്ന ലളിത ജീവിതം തന്നെ തുടർന്നു. വിരൂപാക്ഷ ഗുഹയിൽ നിന്നും രമണ മഹർഷി സ്കന്ധാശ്രമത്തിലേക്ക് മാറി താമസിച്ചു. മലഞ്ചെരുവിൽ ഒരു ഭക്തൻ പണി കഴിപ്പിച്ച ആശ്രമമായിരുന്നു അത്. രമണ മഹർഷിയുടെ മാതാവ് ഇഹലോകം വാസം വടിഞ്ഞപ്പോൾ അവരെ അടക്കം ചെയ്തത് സ്കന്ധാശ്രമത്തിൽ നിന്നും അല്പം അകലെയായിരുന്നു. പിന്നീട് അമ്മയുടെ ശവകുടീരത്തിന് സമീപത്ത് ഉയർന്നു വന്ന ലളിതമായ ആശ്രമത്തിലേക്ക് മഹർഷി താമസം മാറി. 1950 ഈ ലോകത്തോട് വിട പറയുന്നതുവരെ അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷ വശമുള്ള ഭാരതീയ ജനസമൂഹത്തിനും ലോക ജനതയ്ക്കും
രമണ മഹർഷി പ്രശസ്തനാകാൻ കാരണക്കാരൻ പോൾ ബ്രിട്ടൺ എന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായിരുന്നു. പോൾ ബ്രിട്ടൺ അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹത്തെപ്പറ്റി അനേകം ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. രമണ മഹർഷി യാത്ര ചെയ്തിട്ടില്ല. അദ്ദേഹം തിരുവണ്ണാമലയിൽ തന്നെ ജീവിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിയിരുന്ന ആൾക്കൂട്ടങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദർശനം സുലഭമായിരുന്നു. അദ്ദേഹം തൻ്റെ മൗനത്തിലൂടെ പലതും അവരെ പഠിപ്പിച്ചു. അദ്ദേഹം ഏതാനും വാക്കുകളെ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അവാച്യമായ മനഃശാന്തിയും സൗഖ്യവും പകർന്നു. അദ്ദേഹത്തെ സന്ദർശിച്ചവരുടെ ആകുലതകളും വ്യാകുലതകളും സംഘർഷങ്ങളും ശമിക്കുകയുണ്ടായി. ഞാൻ 3 ദിവസം തിരുവണ്ണാമലയിൽ തങ്ങി. ശ്രീ രമണ മഹർഷിയുടെ സമാധിയിലും സന്താശ്രമത്തിലും വിരൂപാക്ഷ ഗുഹയിലും അരുണാചലമലയിലെ മറ്റു സ്ഥലങ്ങളിലും ഇരുന്ന് ധ്യാനിച്ചു. അവസാനത്തെ ദിവസം ഞാൻ ആമപ്പാറയിൽ ഇരുന്ന് അവിടുത്തെ ശാന്തത നൽകിയ ആനന്ദം അനുഭവിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അന്ന് സാധാരണ അനുഭവപ്പെടാറുള്ളതുപോലെ ബാബാജിയുടെ ഭൗതികമായ അസാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടില്ല. തിരുവണ്ണാമലയിൽ വെച്ച് അദ്ദേഹവുമായുള്ള സമാഗമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. എന്നിട്ടും എൻ്റെ മനസ്സ് സ്വസ്ഥമായിരുന്നു. അതികഠിനമായ ചൂട് അനുഭവപ്പെട്ടിരുന്നു. കാറ്റ് വീശുമ്പോഴും ചൂടിന് ശമനമുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിന് സുഖകരമായ ഊഷ്മളതയാണ് അനുഭവപ്പെട്ടത്. അത് നെഞ്ചിലൂടെ വ്യാപിച്ച് ശിരസിലേക്ക് കടന്നു. കാറ്റ് വീശിയപ്പോൾ ഒരു തുണ്ട് കടലാസ് പറന്നു വന്ന് എൻ്റെ കാൽക്കൽ വീണു. അത് അച്ചടിച്ച പുസ്തകത്തിൻ്റെ പേജിലെ ഒരു ഭാഗമായിരുന്നു. കൗതുകത്തോടെ ഞാൻ അത് എടുത്തു വായിച്ചു. അത് ശ്രീ രമണ മഹർഷിയുടെ വരികളായിരുന്നു. ഞാൻ വായിച്ചു: അഗാധമായ വിനയം ജീവിതത്തെ ഭദ്രമാക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെടുന്നതെല്ലാം സ്വന്തം ആത്മാവിന് നൽകുന്ന നേർച്ചയാണ്. ബാഹ്യവസ്തുക്കൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തത് തന്നെയാണ് വൈരാഗ്യം. സ്വന്തം ആത്മാവിനെ മുറുകെ പിടിക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വൈരാഗ്യവും ജ്ഞാനവും ഒന്ന് തന്നെ. ഓരോരുത്തരും അവനവനിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ആത്മാവിനെ കണ്ടെത്തണം. ഗുരുവും ഈശ്വരനും ഒന്നാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ശിഷ്യൻ ഒരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല. എന്നാൽ ശിഷ്യൻ... അവസാനത്തെ വാക്യം പൂർണ്ണമായിരുന്നില്ല. എങ്കിലും വായിച്ച ഭാഗം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഞാൻ ബാബാജിയെ പെട്ടെന്ന് ഓർത്തു. ബാബാജി എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. സ്വന്തം ആത്മാവിൻ്റെ ഒരു ഭാഗം എങ്ങനെ ആത്മാവിന് നഷ്ടപ്പെടുത്താൻ കഴിയും? ഇത്തരം ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. തിരുവണ്ണാമലയിൽ നിന്നും ഞാൻ ചെന്നൈയിലേക്ക് മടങ്ങി. അതിനുശേഷമുള്ള 10 മാസം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഫാർമസി സംബന്ധമായ ബിസിനസ്സിൽ സഹായിച്ചു. സായാഹ്നങ്ങളിൽ കടൽ തീരത്ത് നടക്കാൻ പോയിരുന്നു. ഞാൻ 2 തവണ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും ചെയ്തു. ഞാൻ കൃഷ്ണമൂർത്തിയെ കാണണമെന്ന് ബാബാജി പറഞ്ഞിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കാണണമെന്ന് തോന്നിയില്ല. ഞായറാഴ്ചകളിൽ ഞാൻ തിയോസോഫിക്കൽ ലൈബ്രറിയിൽ സമയം ചെലവഴിച്ചിരുന്നു. അല്ലെങ്കിൽ പുരാതനമായ കപാലേശ്വര ക്ഷേത്രത്തിൽ പോയിരുന്നു. ചിലപ്പോൾ ഷിർദി സായിബാബ ക്ഷേത്രത്തിലോ എഗ്മോർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സൂഫി വിശുദ്ധനായ മോത്തി ബാബയുടെ ദർഗയിലോ പോയിരുന്നു. ഇടയ്ക്കുള്ള സമയത്ത് പ്രോബ് എന്ന മാസികയിൽ ദക്ഷിണേന്ത്യയിലെയും ഹിമാലയത്തിലെയും ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു ദിവസം ദി ആൻഡമാൻ ടൈംസ് എന്ന പേരിലുള്ള ഒരു ചെറുകിട ന്യൂസ് പേപ്പറിനെ പറ്റി വായിക്കാനിടയായി. ഈ പത്രം ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലെ പോർട്ട് ബ്ലെയർ എന്ന സ്ഥലത്ത് നിന്നുമാണ് ഇറങ്ങിയിരുന്നത്. വർത്തമാന പത്രങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ഞാൻ അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ പത്താതിരി പേർക്ക് കത്തയച്ചു. അദ്ദേഹം പത്രത്തിന് വേണ്ടി എൻ്റെ സേവനം സ്വീകരിക്കാൻ തയ്യാറായി. അതിനാൽ ഞാൻ പോർട്ട് ബ്ലെയറിലേക്ക് യാത്രയായി. ഇത്തവണ യാത്രയായത് അച്ഛനമ്മമാരെ അറിയിച്ചിട്ടായിരുന്നു. എനിക്ക് ഒരു ജോലി കിട്ടി. ഞാൻ ഒരു പത്രപ്രവർത്തകൻ ആകാൻ പോകുന്നു. അതറിഞ്ഞ് വീട്ടിൽ എല്ലാവരും സന്തോഷഭരിതരായി.
ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.